നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടിൽ തന്റെ മൊഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവരട്ടെയെന്നും സുരേഷ് ഗോപി. വെള്ളറക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാനിന് തീപിടിച്ചു. ഡ്രൈവർ ഇറങ്ങിയോടിയതിനാൽ ദുരന്തമൊഴിവായി. ക്രൈസ്തവരുടെ വലിയ നോമ്പാചരണത്തിന് തുടക്കമായി. നോമ്പിന് തുടക്കം കുറിച്ച് വിഭൂതി തിരുനാൾ ആചരിച്ചു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും തൃശൂർ വ്യാകുലമാതാ ബസലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മച്ചാട് മാമാങ്കം നാളെ. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൊയ്ക്കുതിരകളുടെ വരവ് ആവേശമാകും. സാമ്പിൾ വെടിക്കെട്ട് വർണ്ണാഭമായി. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരിച്ചു. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നില്ലെന്നാരോപിച്ചാണ് സമരം. എരുമപ്പെട്ടി ചെറുമനേങ്ങാട് വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടന്നു. ചാലക്കുടിപ്പുഴ ആറാട്ടുകടവിൽ നടന്ന ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും തിരുവമ്പാടി ദേവസ്വം മുൻ പ്രസിഡന്റ് സുന്ദർ മേനോന് സുരേഷ് ഗോപിയുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് പൂരം കലക്കലെന്നും ഗാന്ധിയൻ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അജിത് പൊന്നേങ്കാട്ടിൽ. പൂരം അലങ്കോലപ്പെടാൻ കാരണം മുൻ ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോന്റെ തീരുമാനങ്ങളായിരുന്നുവെന്ന് അജിത് പൊന്നേങ്കാട്ടിൽ. പാവർട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വലിയ നോമ്പിന്റെ ഭാഗമായി വിഭൂതി തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാലത്തിന് മുന്നോടിയായി വിഭൂതി തിരുനാൾ ആചരിച്ചു. അടിവാരം പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ടും സഹവികാരി ഫാദർ ടോം പുള്ളോലിലും കാർമ്മികരായി. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴ്ഘടകമായ ക്ഷേത്രത്തിൽ ദേവസ്വത്തിന്റെയും ക്ഷേത്ര ക്ഷേമ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട KSC ലിമിറ്റഡ് കമ്പനിക്ക് സമീപം സ്വകാര്യ ബസ്സിടിച്ച് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി മഴുവഞ്ചേരി വീട്ടിൽ സജീവാണ് മരിച്ചത്. കൊമ്പഴിയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലയായ പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തോട് ചേർന്നാണ് കാട്ടാനിറങ്ങിയത്. മാള വലിയപറമ്പ് കുഴൂർ പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് അപകടക്കണി. പാർശ്വഭിത്തി ഇല്ലാത്തതാണ് കലുങ്കിന്റെ ഇരുവശവും അപകടത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്നത്. വിവാദങ്ങൾക്കിടെ സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടി. K. സച്ചിദാനന്ദൻ പ്രസിഡന്റായ ഭരണസമിതിയുടെ കാലാവധിയാണ് നീട്ടിയത്. മെയ് 31 വരെയാണ് കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കിയത്. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ VK ബേബി ഉദ്ഘാടനം ചെയ്തു. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വിളക്കാചാരം നടന്നു. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 10 ഘടകക്ഷേത്രങ്ങളും വടക്കുംനാഥ സന്നിധിയിലെത്തി. അശോകേശ്വരം തേവരുടെ നെടുനായകത്വത്തിലായിരുന്നു ദേവസംഗമം. നാടിപ്പാറ പിറവി വായനശാലയിൽ റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു. മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ 50 നോമ്പിന്റെ ആരംഭം കുറിച്ച് വിഭൂതി തിരുനാൾ ആചരിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറത്തിന്റെ 40ാമത് വാർഷികാഘോഷവും സമാദരണീയവും നാട്ടികയിൽ സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഫ്രാൻസിസ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ കാർമ്മികത്വം വഹിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിപ്പിലശ്ശേരി ചെറുമനേങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF പള്ളിക്കുളം മേഖലാ കമ്മിറ്റി കഴിഞ്ഞ 5 ദിവസമായി നടത്തിവന്നിരുന്ന ഉപവാസ സമരം സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ 2ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 18, 19 തീയതികളിൽ തൃശൂരിൽ നടക്കും. 18 നടക്കുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും.
ശ്രീ കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേലയ്ക്ക് കൊടിയേറി. ക്ഷേത്രം കോമരം സേതുമാധവൻ നായർ കൊടിയേറ്റി. ഈ മാസം 23-നാണ് കുംഭഭരണി വേല. മണലിത്തറ ജനകീയ വിദ്യാലയത്തിന്റെ 71-ാം വാർഷിക ആഘോഷം നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. മറ്റത്തൂർ ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന ബലിതർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക്. ക്ഷേത്രം മേൽശാന്തി മനോജ് കാർമ്മികത്വം വഹിച്ചു. പാമ്പാടി സോമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. സോമേശ്വരം ക്ഷേത്ര നാമജപ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചാക്ഷരി നാമജപം നടന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കലാപരിപാടികൾ നടന്നു. വടക്കാഞ്ചേരി സ്വദേശി ഡോക്ടർ പൂജ നാരായണൻ കർണാട്ടിക് ഫ്യൂഷൻ അവതരിപ്പിച്ചു. പെരുമ്പിലാവിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ അൻസാർ ആശുപത്രിയിലും സ്കൂളിലും AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ആനക്കലിൽ DYFI പ്രവർത്തകർക്ക് നേരെ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആനക്കൽ വക്കയിൽ വീട്ടിൽ ആന്റണി, കൊട്ടാരപ്പാട്ട് വീട്ടിൽ സജീഷ് എന്നിവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CMA അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ കോഴ്സിൽ ഓൾ കേരള ലെവലിൽ 8-ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 47-ാം റാങ്കും നേടിയ ചാലിശ്ശേരി സ്വദേശി യദു കൃഷ്ണനെ ഒറ്റപ്പിലാവ് വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ക്ലബ് പ്രസിഡന്റ് പ്രഭാത് പൊന്നാട അണിയിച്ചു. പാവർട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണവും നേർച്ച ഊട്ടും 18-ന് ആരംഭിക്കും. മാർച്ച് 19-ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ദിനം ആചരിക്കും. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക സേവന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുണ്ടന്നൂർ തലശ്ശേരി റോഡിൽ ചുങ്കം ഖാദിക്ക് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മറിഞ്ഞു. വടക്കഞ്ചേരി മച്ചാട് തിരുവാണിക്കാവ് സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വെടിക്കെട്ടുകാരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 4 പഞ്ചായത്തുകളിലും തെരുവ് വിളക്കുകൾക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതി നിർദ്ദേശം. 2026-27 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂമ്പുള്ളി KLDC കനാലിന് മുകളിലാണ് സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് വർക്കിംഗ് ഗ്രൂപ്പിൽ തീരുമാനമായത്. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള ദേശീയ അമച്വർ നാടകോത്സവത്തിനും കലാസാധക സംഗമത്തിനും തൃശൂരിൽ തുടക്കമായി. നാടകാചാര്യൻ CL ജോസ്, കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. CC മുകുന്ദൻ MLA നയിക്കുന്ന LDF നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥ ഈ മാസം 17, 18, 19 തീയതികളിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം CPI മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നിർവഹിക്കും. വിങ്കടങ്ങ് ഏലമുത കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.